സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ അധികം ഹൈലൈറ്റ്സ് ഒന്നും ഞാൻ കോപ്പി ചെയ്തിട്ടില്ല. പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ്സ് ഉള്ളത് ഓപ്ഷൻ ട്രേഡേഴ്സിന് റീറ്റെയിലേഴ്സിന് എങ്ങനെയും മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റിൽ നമുക്കുണ്ടായിരുന്നൊരു ചലഞ്ച് 30% ടാക്സ് വരുന്നു എന്നുള്ളതായിരുന്നു. രണ്ടാമത് വന്നത് നമുക്ക് ബ്രോക്കറേജ് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത് വന്ന പ്രശ്നം ലോട്ട് സൈസ് വളരെയധികം 5-6 ഇരട്ടി വർദ്ധിപ്പിച്ചിട്ട് റീറ്റെയിലേഴ്സിന് ചെറിയ ക്യാപിറ്റലുള്ളവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ടൈറ്റ് ആക്കുകയാണെന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ഇനി ഒരു എക്സ്ചേഞ്ചിൽ ഒരു എക്സ്പയറി മാത്രമേ ഉണ്ടാവുള്ളൂ വീക്കിലി. ഇപ്പം നമുക്ക് എല്ലാ ദിവസവും എക്സ്പയറി ആണ്, എല്ലാ ദിവസവും നല്ല രീതിയിൽ കാശുണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഒരുവിധ ആൾക്കാരൊക്കെ നല്ല രീതിയിൽ പണ്ടത്തെ പോലെയല്ല, ഒരു വർഷം 1.5 വർഷം മുമ്പ് ഉണ്ടായിരുന്ന പോലെയല്ല ഇപ്പോൾ അവസ്ഥ. ഇപ്പോൾ ഒരുപാട് പേര് നന്നായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ പ്രോഫിറ്റും ഉണ്ടാക്കുന്നുണ്ട്. സോ ആ ഒരു എക്സ്പയറിയൊക്കെ അങ്ങോട്ട് കൂട്ടിക്കലക്കി ഒരൊറ്റ ദിവസം ഒരു എക്സ്ചേഞ്ചിന് ഒരു ദിവസം എക്സ്പയറി. മുമ്പൊക്കെ പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, BSEയിൽ വെള്ളിയാഴ്ചയും NSEയിൽ ചൊവ്വാഴ്ചയും എക്സ്പയറി ഉണ്ടായിരുന്നു, അങ്ങനത്തെ കാലം ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇനി 2 ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ വീക്കിലി. നോക്കാം നമുക്ക് ഏതൊക്കെ ദിവസങ്ങളാണ് വരുന്നത്. അപ്പോൾ 4 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, 30% ടാക്സ് വരുമോ എന്നുള്ളത്. അത് ബജറ്റ് വന്നു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. രണ്ടാമത്തത് ബ്രോക്കറേജ് വർദ്ധിപ്പിക്കുന്നു. ഒക്ടോബർ 1 മുതൽ ബ്രോക്കറേജ് വർദ്ധിപ്പിക്കുമോ അല്ല ഇവരൊക്കെ ഇതേ ചാർജ് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത് ഒക്ടോബർ 1 മുതൽ നമുക്കറിയാൻ പറ്റും. മൂന്നാമത്തേത് ലോട്ട് സൈസ് വർദ്ധിപ്പിക്കുന്നത്. അതൊരു സ്റ്റഡി റിപ്പോർട്ടാണ്. സോ അത് പ്രാബല്യത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കറിയാൻ സാധിക്കും. കാരണം നല്ല രീതിയിൽ ഓപ്ഷൻ ട്രേഡേഴ്സിൻ്റെ പുറകെ കൂടിയിരിക്കുകയാണ് അതോറിറ്റീസ്. നാലാമത്തെ കാര്യമാണ് ഇപ്പം ഞാൻ പറയുന്നത്, വീക്കിലി ഒരു എക്സ്പയറി മാത്രം മതി എന്നുള്ളത്. കാരണം എല്ലാ എക്സ്പയറിയും വരുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കാശുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം കൂടി അവിടെ പരിഹാരമാവുകയാണ്. ഇതിനെക്കുറിച്ച് ഒരുപാടൊന്നും എനിക്ക് പറയാനില്ല. എന്തായാലും എല്ലാം നല്ലതിനായിരിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. വീക്കിലി ഓപ്ഷൻ കോൺട്രാക്ട്സ്, മന്ത്ലി കോൺട്രാക്ട്സിൻ്റെ, അതായത് നിഫ്റ്റിയിലൊക്കെ മന്ത്ലി ഓപ്ഷൻ്റെ വോളിയത്തിനേക്കാളും 45 ഇരട്ടിയാണ് വീക്കിലി കോൺട്രാക്റ്റ് വരുന്നത് എന്നാണ് പറഞ്ഞത്. അതേപോലെ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 210 ഇരട്ടിയാണ്. ഒരു മന്ത്ലി കോൺട്രാക്റ്റിൻ്റെ 210 ഇരട്ടി വോളിയമാണ് വീക്കിലി കോൺട്രാക്റ്റിൽ വരുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, റീറ്റെയിലേഴ്സ് ചെറിയ ക്യാപിറ്റലുള്ളവരൊക്കെ അടുത്തുള്ള എക്സ്പയറി ഉള്ള പ്രീമിയം വാങ്ങിക്കും, ഒരു ഓപ്ഷൻ വാങ്ങിക്കും. കാരണം പ്രീമിയം വളരെ കുറവായിരിക്കും എന്നതുകൊണ്ട്. അത് തന്നെയാണ് ഇവരും ലക്ഷ്യം വെച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാം നല്ലതിനാവട്ടെ. ടാറ്റ എൽഎക്സ്ഐ ക്വാർട്ടർലി റിസൾട്ട് വന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 3% ഇടിവാണുള്ളത്. അപ്പോൾ ഹോൾഡ് ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോളുക, മാർക്കറ്റിൽ ഇടിവ് വരാൻ സാധ്യതയുണ്ട്. ദെൻ ഇത്രയൊക്കെയാണ് ഈ ഒരു വൈകുന്നേരം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ന്യൂസ് ഹൈലൈറ്റ്സ്. ഇനി US മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസും എല്ലാം തന്നെ ഗ്രീനിലാണ്. യൂറോപ്യൻ മാർക്കറ്റും ക്ലിയർലി ഗ്രീനാണ്. ഏഷ്യൻ മാർക്കറ്റിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഗ്രീനാണ്, നിക്കി ഗ്രീനാണ്, ഹാങ്സങ് മാത്രമാണ് റെഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 30 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഇൻട്രാഡേയിൽ 112 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ് കിട്ടി. ഇന്ന് ഓപ്പണായി 24,351 നിന്ന് 82 പോയിൻറ്റ് ലാഭത്തിൽ 24,443 മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50ലുള്ള 50 സ്റ്റോക്കുകളിൽ 24 ലാഭത്തിലും 26 നഷ്ടത്തിലും അവസാനിച്ചു. മാരുതി, ഡിവിസ് ലാബ്, M&M, ടൈറ്റൻ തുടങ്ങിയ സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും മുന്നേറ്റം കാഴ്ചവെച്ചത്. അതേസമയത്ത് റിലയൻസ്, ടാറ്റ കൺസ്യൂമർ, ബജാജ് ഫിനാൻസ്, JSW സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ തന്നെ ഇടിഞ്ഞ് താഴോട്ടും പോയിട്ടുണ്ട്. നിഫ്റ്റി കഴിഞ്ഞ 5 ദിവസം കൊണ്ട് 440 പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ടാക്കി. അതേപോലെ തന്നെ ഈ മാസം നിഫ്റ്റി 440 പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. ഇന്ത്യ വിക്സ് 5% വർദ്ധിച്ചിട്ടുണ്ട്. അതായത് വൊളാറ്റിലിറ്റി കൂടുന്നുണ്ട്. മാർക്കറ്റിൽ ഫോൾ വരുമോ എന്നുള്ളത് കണ്ടറിയണം. 14.28 ഇന്നത്തെ ക്ലോസിങ്. നിഫ്റ്റി ഇന്ന് നോർമൽ CPR ആയിരുന്നു, പക്ഷേ പ്രൈസ് ആക്ഷൻ ഇതിനെ ക്രോസ് ചെയ്തിട്ടില്ല. ഇന്നലെയും ക്രോസ് ചെയ്തിട്ടില്ലായിരുന്നു. സോ 2 ദിവസമായി, മൂന്നാമത്തെ ദിവസം ഉറപ്പായിട്ടും ഇതിനകത്തൊരു ക്രോസിങ് നടക്കും. CPRൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഉള്ളതെങ്കിൽ CPRൻ്റെ താഴേക്ക് ഇറങ്ങി വരും. താഴേക്കല്ല, അതിനെ ക്രോസ് ചെയ്യും. ജസ്റ്റ് അവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് പോകും. ഇനി താഴെയാണുള്ളതെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയിട്ട് അതിനെ ഒന്ന് ടച്ച് ചെയ്യും. CPRന് ആദ്യത്തെ ദിവസത്തെ CPR ആയിരിക്കും, തലേ ദിവസത്തെ ആയിരിക്കില്ല. ദെൻ മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് 178 പോയിൻറ്റിൻ്റെ ഒരു ലാഭത്തോടു കൂടി അവസാനിച്ചു, മുന്നേറ്റത്തിൽ അവസാനിച്ചു. ഫിൻ നിഫ്റ്റി 96 പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റത്തിൽ അവസാനിച്ചു.
അഗൈൻ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ 244 പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റം അവസാനിച്ചു. അതേപോലെ മിഡ് ക്യാപ്പ് 12 പോയിൻറ്റിൻ്റെ മാത്രം ഒരു മുന്നേറ്റത്തിൽ ഇന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $81.56 കുറഞ്ഞിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് $2378 വർദ്ധിച്ചിട്ടുണ്ട്. USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ 83 രൂപ 53 പൈസയാണ് ഒരു $1 ഇന്നത്തെ വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ന് 583 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ബൈയിങ് തന്നെയാണ് ചെയ്തത്. മാർക്കറ്റ് ഇന്ന് ഇടിവാണ് ഞാൻ കണ്ടത്. എന്തായാലും ലാസ്റ്റ് മൊമെന്റിൽ റിക്കവറി ഉണ്ടായിട്ടുണ്ട്. 1082 കോടിയുടെ ഒരു ബൈയിങ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തത്. മൊത്തത്തിൽ 1666 കോടിയുടെ ബൈയിങ് ആണ് ഇന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായത്. മന്ത്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 7834 കോടിയുടെ ബൈയിങ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 4980 കോടിയുടെ ബൈയിങ് ആണ്. മൊത്തത്തിൽ 12814 കോടിയുടെ ബൈയിങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൊത്തത്തിലായിട്ട് ചെയ്തിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫാർമ ഇന്ന് 0.39% ഒരു പ്രോഫിറ്റ് ഓടുകൂടി ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നിഫ്റ്റി ഫാർമയും FMCG മാത്രമാണ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ETF നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫാർമ ബീസും ഗോൾഡ് ബീസും ഇന്ന് ഗ്രീനിലാണ്. ബാക്കിയെല്ലാം തന്നെ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഏഷ്യൻ പെയിൻറ്റ്സ് ഇന്ന് 3.27% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ എമാൻഡം 6.69% ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തി. ഏഷ്യൻ പെയിൻറ്റ്സ്, REC ലിമിറ്റഡ്, ICIC പ്രൂലി, SBI കാർഡ്സ്, SBI ലൈഫ്, PFC, ഹിന്ദ് പെട്രോ, ഡിവിസ് ലാബ്, ബ്രിട്ടാനിയ, ഗ്രാസിം, NTPC, HDFC ലൈഫ് തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ തന്നെ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ എമാൻഡം, ബന്ധൻ ബാങ്ക്, IEX, PNB, വേദാന്ത ലിമിറ്റഡ്, ഹിന്ദാൽകോ, ടാറ്റ സ്റ്റീൽ, എംഫസിസ്, ബാങ്ക് ഓഫ് ബറോഡ, TCS, HCL ടെക്, പെർസിസ്റ്റന്റ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും അവസാനിച്ചു. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 694 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 1640 സ്റ്റോക്കുകൾ നഷ്ടത്തിലും അവസാനിച്ചു. നിഫ്റ്റിയുടെ PCR 0.73 ആണ് വന്നിരിക്കുന്നത്. 24433 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 91 പോയിന്റ് താഴെയായിട്ട് 24342 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. 24500 ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത്. 1.18 1 കോടി 18 ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. 24,000 1 കോടി പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.57 ആണ്. ക്ലിയർലി ഇതൊരു ബെയറിഷ് മൂവ്മെൻ്റ് ആണ്. നിഫ്റ്റിയുടെ PCR ഞാൻ പറഞ്ഞപ്പോൾ തെറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. 0.73 ആണ് PCR വന്നിരിക്കുന്നത്. അതിൽ ബെയറിഷ് മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.57 ആണ്. ക്ലിയർലി അതൊരു ബെയറിഷ് മൂവ്മെൻ്റ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. 52,569 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ 244 പോയിന്റ് താഴെയായിട്ട് 52,325 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. 53,500 13 ലക്ഷം കോൾ റൈറ്റ് ചെയ്യപ്പെട്ടപ്പോൾ 52,000 10 ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹയസ്റ്റ് വാല്യൂസ്. ദെൻ നാളെ വരാനുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ടാറ്റ കൺസൾട്ടൻസി, TCS, ആനന്ദരതി വെൽത്ത്, നെൽക്കോ, GTPL ഹാത്വേ, GNA ആക്സിൽസ്, ആക്മി ഫിൻ ട്രേഡ് ഇന്ത്യ, അമൽ ഇത്രയും കമ്പനികളുടെ റിസൾട്ടാണ് നാളെ വരാനുള്ളത്. നാളെ വരാനുള്ള ഗ്ലോബൽ ഇവൻറ്റ്സ് കാര്യമായിട്ടൊന്നും അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ജർമ്മനി ഇൻഫ്ലേഷൻ റേറ്റ് നാളെയാണ്. UK GDP ഇയർ ഓൺ ഇയർ നാളെയാണ്. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയല്ല ട്രേഡ് പോയത്. ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിച്ച സ്ഥലത്ത് ബോട്ടം സൈഡിലേക്ക് വന്നിട്ട് ഇന്നത്തെ ഡേ ലോ ടച്ച് ചെയ്ത് അതിൻ്റെയും കുറച്ച് താഴോട്ട് പോയി. പക്ഷേ ഡേ ലോയുടെ മുകളിലായിട്ട് ഇന്ന് പ്രതീക്ഷിച്ചിരുന്ന ഡേ ലോയിൽ വന്നിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ വളരെ നെഗറ്റീവായിട്ട് ഹെവി ക്യാൻഡിലായിരുന്നു ഇന്ന് വന്നത്. ഭയങ്കര ഒരു സുഖകരമല്ലാത്ത ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത്. പിന്നീട് മാർക്കറ്റ് കൺസോൾട്ടേഷനിലേക്ക് പോവുകയാണ് ചെയ്തത്. ആ ഒറ്റ ഫോള് വന്നു. പിന്നെ കാര്യമായിട്ട് ഓപ്ഷൻ സെല്ലേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങ് മുന്നോട്ട് പോയി. അത്ര തന്നെ ഉള്ളൂ. മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയൊക്കെ ഇന്നൊരു ഗ്യാപ്പ് നല്ലൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് ഓപ്പണിംഗ് കിട്ടി. പക്ഷേ അവിടെ നല്ല രീതിയിൽ താഴോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇറങ്ങിയിട്ട് തിരിച്ചു വന്നു. അതാണ് അതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം. കാരണം മുകളിൽ ഓപ്പണായി ഏറ്റവും താഴോട്ട് പോയി അവിടെ നിന്ന് തിരിച്ചതുപോലെ കയറി വരികയും ചെയ്തു. മിഡ് ക്യാപ്പൊക്കെ നല്ല രീതിയിൽ ഫോളോ വന്നതാണ്. പക്ഷേ അത് മുഴുവനായിട്ട് തിരിച്ച് കയറിയിട്ടുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് നടന്ന ആ സമയമാണ് ഇത് തിരിച്ച് കയറിയെന്ന് തോന്നുന്നു. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും ബാങ്ക് നിഫ്റ്റി ഒരു മന്ത്ലി സപ്പോർട്ട് ലൈനിലാണ് ഇപ്പോൾ വന്ന് മന്ത്ലി പിവേർട്ടിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് അവിടെ നിൽക്കുകയാണ്. നോക്കാം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. ഫിൻ നിഫ്റ്റി അതേപോലെ തന്നെയാണ് ഒരു മന്ത്ലി പിവേർട്ടിൽ സപ്പോർട്ട് എടുത്ത് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും വിശേഷങ്ങളൊക്കെയാണ് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളായിട്ട് സമയം വൈകിയതുകൊണ്ട് നാളെ രാവിലെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ. ഗുഡ് നൈറ്റ്.